ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് USA നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്രദറും കുടുംബവും ചേർത്താണ്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു ബ്രദറും കുടുംബവുമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഹല്ലേലൂയ, തൻ്റെ മകളുടെ ഡെലിവറി ഡേറ്റ് ഈ വരുന്ന 2024 ഏപ്രിൽ മാസമാണ്. അതുവരെയും തൻ്റെ മകളെ ദൈവം സൂക്ഷിക്കുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ തനിക്ക് ദാനമായി കൊടുക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മകൻ്റെ വിവാഹം 2024 ജൂൺ മാസത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി നടക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മാതാവ് ഹല്ലേലൂയ ഏറ്റവും സൗഖ്യത്തോടെ മുമ്പോട്ട് പോകേണ്ടതിനായിട്ടും, ഈ കുടുംബങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ഷോൾഡറിൻ്റെ വേദന പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിനായിട്ടും, ഈ കുടുംബത്തിനകത്ത് ദൈവം ഇവരെ സന്തോഷത്തോടെ എല്ലാ ആവശ്യങ്ങളിലും ഹല്ലേലൂയ മുടക്കം വരാതെ മുമ്പോട്ട് നടത്തുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേര് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത് ഈ മകൻ മുഖാന്തരമാണ്. നമുക്ക് കണ്ണുനീരോടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സാധ്യതയുണ്ട് കേട്ടോ. അറിയാം, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത മണിക്കൂറിൽ അറിയാം മരണമുറപ്പാക്കിയ പത്രോസിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴും അറിയാം, നിങ്ങൾക്കും എനിക്കും ചിന്തിക്കാൻ പറ്റാത്ത നിലകളിൽ വലിയ ദൈവപ്രവർത്തികൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകള് ഹല്ലേലൂയ ഏറ്റവും അത്ഭുതകരമായി ദൈവം സൂക്ഷിക്കുകയും ഏപ്രിൽ മാസം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ അങ്ങ് ദാനം കൊടുക്കുകയും ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, അങ്ങ് സൂക്ഷിക്കണമേ അപ്പ, അങ്ങ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ മകൻ്റെ വിവാഹം ഏറ്റവും അനുഗ്രഹത്തോടെ നടക്കേണ്ടതിനായി, ആ കുടുംബത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ കർത്താവെ, തൻ്റെ മാതാവിനെ വീണ്ടും അങ്ങ് സൂക്ഷിക്കണമേ അപ്പ, അത്ഭുതമാക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങൾ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എഴുന്നേറ്റ് വരട്ടെ. കർത്താവെ, ഈ മകൻ്റെ ശാരീരികമായ നിലകളിൽ എല്ലാത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ വരട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, മാനിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. പ്രിയ ബ്രദറിനെയും പ്രിയ സിസ്റ്ററിനെയും, പ്രിയ സിസ്റ്ററിൻ്റെ ജോലിയിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം ഈ കുടുംബത്തിൽ എല്ലായിടത്തും വെളിപ്പെടണമേ അപ്പ. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ അപ്പ. കർത്താവെ, കാക്കണമേ, സൂക്ഷിക്കണമേ അപ്പ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു കാണാം. ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, കഴിവോ പ്രാഗൽഭ്യമോ ഒന്നുമല്ല നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും അന്നുള്ള ആഹാരം തരുന്ന കർത്താവിൻ്റെ കരമ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഇന്നലത്തെ എപ്പിസോഡിലും ചിലവരെ കണ്ണുനീരെ തുടയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ചിലവരെ സൗഖ്യമായെന്ന് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഞാനൊരു മതത്തിൻ്റെ വ്യക്തിയായിട്ടോ ഒരു സംഘടന ഉയർത്താനായിട്ടല്ല നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് വലിയവനെന്ന് പറയുവാനായിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ സ്നേഹം ഹല്ലേലൂയ 2016 ഹല്ലേലൂയ ലോകം മുഴുവൻ എന്നെ നോക്കി പറഞ്ഞു ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോഴും ഹല്ലേലൂയ എന്നെ നോക്കി ടെസ്റ്റ് ചെയ്ത എൻ്റെ ഡോക്ടർ പറഞ്ഞു 30 ദിവസത്തിന് മുകളിൽ ഉണ്ടാകുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ആ രാത്രിയിൽ ആ ആശുപത്രി കിടക്കയിൽ എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇന്ന് എല്ലാ സാധ്യതകളും അവസാനിച്ചെന്ന് തോന്നിയാലും യേശു വാക്കുമാറാത്തവരാണ്. യേശു പ്രവർത്തിക്കുന്നവരാണ്. വിശ്വാസ കണ്ണിൽ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുമെങ്കിൽ, ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അവസാനിച്ചതിന് ആരംഭിക്കുന്നവനാണ്. ഹല്ലേലൂയ. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നും നിങ്ങൾക്കും എനിക്കും സ്വയം കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ഭക്തനും തിരിച്ചറിയണം, കണ്ണുനീരിന് വിലയുണ്ട്. കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. 40 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു,
അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ട് എൻ്റെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി പുത്തൻ പാറമേൽ എന്നെ നിർത്തി. വിശ്വസിക്കാമെങ്കിൽ നിൻ്റെ അവസ്ഥകളെ മാറ്റുന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റുന്ന വലിയവനായ യേശു ഈ എപ്പിസോഡിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളായിരിക്കാം. ഞാൻ സംഘടന ഉയർത്താനോ മറ്റൊന്നിനുമല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത ആ നന്മകളെ മറന്നു പോകാതെ ദൈവം നടത്തിയ വിധങ്ങൾ നിങ്ങളുമായി ഒത്തൊന്ന് പങ്കുചേരാനായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ആകയാൽ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കുവാനായിട്ട് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചെന്ന് പറയുന്ന യായിറോസിൻ്റെ വീട്ടിലേക്ക് എൻ്റെ യേശു കർത്താവ് ചെല്ലുകയാണ്. അവിടെ നിന്ന് ആൾക്കാർ ഉറപ്പുവരുത്തിയാണ് യായിറോസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ടത്. എന്നാൽ യേശു കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ കർത്താവ് യായിറോസിനോട് പറയാണ്, അവൾ ഉറങ്ങുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടാതെ വിശ്വസിക്കാമെങ്കിൽ ജീവിതത്തിൽ അവസാനിച്ചെന്ന് പറയുന്നതിനെയും വീണ്ടും ആരംഭിക്കാൻ കഴിയുന്ന, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന, ഒഴിഞ്ഞ പടകിനെ, പത്രോസിൻ്റെ പടകിനെ നിറയ്ക്കാൻ കഴിയുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യും, അടയാളങ്ങളെ ചെയ്യും. കർത്താവിൻ്റെ ആ കരം, കർത്താവിൻ്റെ ആ ശബ്ദം നിങ്ങളുടെ ഭവനത്തിൻ്റെ കണ്ണുനീരിനെ മാറ്റാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്നത്തെ വചനം ദൈവസ്നേഹത്തിൽ നിങ്ങളെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തെ തുടർന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ചില ഭാഗങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയുവാനായിട്ട് ഹല്ലേലൂയ, എൻ്റെ കർത്താവ് മാത്രമാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ ലോകത്തിൽ മറ്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഹല്ലേലൂയ, എന്നെ ശ്രദ്ധിക്കുന്ന പലരും ജീവിതം മുഴുവൻ സമ്പത്തുണ്ടാക്കാനായി ഓടുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു അവധി പോലും എടുക്കാതെ, അല്ലെങ്കിൽ ബിസിനസ് മാത്രം ശ്രദ്ധിച്ച ജീവിതത്തിനകത്ത് സമ്പത്തിന് മാത്രം ഓടുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇതൊന്നും നിങ്ങളുടെ മരണത്തിൽ നിങ്ങൾ കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകത്തില്ലെന്നും, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ലെന്നും, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരാളും ലജ്ജിതരാകത്തില്ലെന്നുള്ളതും ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളും തകർന്നു പോകുന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇസ്രായേൽ മക്കളെ 40 സംവത്സരം മരുഭൂമിയിൽ ഒന്നിനും കുറവില്ലാതെ നടത്തിയ അതേ കർത്താവാണ് നിങ്ങളുടെയും എൻ്റെയും കർത്താവെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഈ ലോകത്തിൽ സമ്പത്തിന് വേണ്ടി മാത്രം ഓടിയവർ ഹല്ലേലൂയ അവസാനം കോവിഡിൻ്റെ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. കോവിഡിൻ്റെ സമയത്ത് മദ്രാസിൽ നിന്ന് ഒരു മകൻ ഹല്ലേലൂയ, അപ്പനും അമ്മയ്ക്കും ഏക മകൻ, ആ മകൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഹല്ലേലൂയ. എങ്ങനെയോ മീഡിയ മാർഗത്തിൽ നമ്പർ എടുത്തിട്ടാണ് രണ്ടുപേരും ഹല്ലേലൂയ, ആ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ, ബാക്കി രണ്ടുപേരും കോവിഡിനകത്ത് വെന്റിലേറ്ററിലേക്ക് മാറി. ഇനി ഒരിക്കലും ഒരു നോക്ക് കാണാൻ കഴിയാതെ ആ മകൻ അപ്പനും അമ്മയ്ക്കും വേണ്ടി നിലവിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏതാണ്ട് 12 കോടിയുടെ ആസ്തിയുണ്ട്, പക്ഷേ എൻ്റെ സമ്പത്തൊന്നും എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉപകരിക്കാൻ പറ്റാത്ത നിലയിലേക്കായല്ലോ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ സമ്പത്ത് ഒരു സുനാമി വന്നാൽ പോകാനേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ 4 നില വീടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഹല്ലേലൂയ ഒത്തിരി വാഹനമുള്ളവരായിരിക്കാം. എന്നാൽ അതൊന്നും എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്നവരല്ല ഇന്ന് എന്നെ കേൾക്കുന്നവർ. ഒരു ഭൂചലനത്തിലോ ഇതെല്ലാം അവസാനിക്കാൻ പറ്റും. പക്ഷേ യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, യേശു എൻ്റെ നിധിയാണ്, യേശു എൻ്റെ സകലതുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് കർത്താവിനെ ഉറച്ചു വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലുള്ള സ്വത്തോ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയുടെ വലിയ ഉയർന്ന നിലയോ ഒന്നും നിലനിൽക്കുന്നതല്ല. ചിലവരും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ട് ഈ മക്കൾ നിങ്ങളെ അവസാനത്തോളം നോക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് പലരും എന്നെ കാണാൻ വരാറുണ്ട്, മക്കളെ ഓർത്ത് നിലവിളിക്കുന്നവർ. ഹല്ലേലൂയ. ഒത്തിരി പഠിപ്പിച്ച, ഒത്തിരി നോക്കിയ, ഒത്തിരി സ്നേഹിച്ചവർ ഇന്ന് അപ്പനെ അമ്മയും മറന്ന് ജീവിക്കുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ മറക്കാതെ അമ്മയുടെ ഉദരം മുതൽ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവത്തെ എനിക്കറിയാം. ഹല്ലേലൂയ. ആ ദൈവമാണ് എൻ്റെ ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു നാളും കൈവിടാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത ആ കർത്താവിനെ വിശ്വസിക്കാമെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കാമെങ്കിൽ ഈ ലോകത്തിൽ മറ്റാർക്കും പറയാൻ പറ്റാത്ത ഒരു ഉറപ്പ്, അപ്പന് പറയാൻ പറ്റാത്ത, ഭാര്യയ്ക്ക് പറയാൻ പറ്റാത്ത, ഭർത്താവിന് പറയാൻ പറ്റാത്ത, മക്കൾക്ക് പറയാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു പ്രോമിസാണ് നിങ്ങളും ഞാനും സേവിക്കുന്ന കർത്താവ് ഏതു സമയത്തും
നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റേത് എന്ന് പറയാൻ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്നത് ഹല്ലേലൂയ എൻ്റെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ ദുഃഖം കാണുന്ന, എൻ്റെ വേദന അറിയുന്ന, എൻ്റെ അവസ്ഥ അറിയുന്ന, എന്നെ നന്നായി അറിയുന്ന എൻ്റെ കർത്താവാണ് ഹല്ലേലൂയ എൻ്റെ കൂടെയുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ അമ്മയുടെ ഉദരം മുതൽ നിന്നെ കണ്ട കർത്താവ്. ഹല്ലേലൂയ. ചിലവർ പറയാറുണ്ട്, വീട്ടിൽ 2 മക്കളുള്ള അല്ലെങ്കിൽ 2-ൽ കൂടുതൽ മക്കളുള്ള ചിലവർ ചോദിച്ചാൽ പറയും, ഇളയ മക്കൾക്ക് അപ്പനോട് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ മൂത്ത മക്കളോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ കണ്ടതിനേക്കാൾ അധികം ഞങ്ങൾ അപ്പനെ കണ്ടതാണ്. അറിയാം, നീ അറിഞ്ഞതിനേക്കാൾ അധികം. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അറിയാം, ഭാര്യ പറയും, നിങ്ങൾ കണ്ടതിനേക്കാൾ അധികം ഞാൻ നിങ്ങളെ അപ്പനെ കണ്ടതാണ്, കാരണം അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. ആ നിലയിൽ ഭാര്യ പറയുമ്പോൾ ആ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും, എൻ്റെ ഉദരത്തിൽ ഞാൻ അവനെ ചുമന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം അവനെ. ആ നിലകളിൽ ഈ ലോകക്കാരെല്ലാം പറയുമ്പോൾ കർത്താവ് പറയും, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പായിട്ട് നിപ്പിണ്ടാകാരമായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ എന്നെയും നിങ്ങളെ കണ്ടതാണ്. ഹല്ലേലൂയ. പേര് ചൊല്ലി വിളിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എൻ്റേതെന്ന് പറയാൻ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ. ഹല്ലേലൂയ. 91 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന പദം ഓരോരുത്തരും ഏറ്റു പറയാൻ, ഓരോരുത്തരും സ്വീകരിക്കാൻ തയ്യാറാകണം. 91 സങ്കീർത്തനം 2-ാമത്തെ വാക്യം, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു പദം കൂടെ നിങ്ങൾ നോക്കിയേ, സങ്കീർത്തനം 63-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ഇതാ സങ്കീർത്തനക്കാരൻ പറയാം, ദൈവമേ നീ എൻ്റെ ദൈവം. എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ വചനചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനാണ് ഒത്തിരി മേഖലകളിൽ ഇത് പറയുന്നു. കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെയും എൻ്റെയും കൂടെ വലിയവനായ ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ തള്ളിപ്പറയാത്ത, എൻ്റെ അവസ്ഥകളെ കണ്ടിട്ടും എൻ്റെ കൂടെ വരുന്ന ഒരു വലിയവനായ ദൈവത്തെ എനിക്ക് മനസ്സിലായി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം നമ്മൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. ഒരു പിതാവിൻ്റെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. ഞാനും അത് കേട്ട് കുറച്ചു നേരം, കാരണം ഞാനും ഒരു ദൈവദാസനാണല്ലോ. ഹല്ലേലൂയ. ഞാനും കുറച്ചു നേരം എന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയും ഒന്നുകൂടെ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാനിടയായി തീർന്നു. കാരണം ഇനി കർത്താവ് ഏൽപ്പിച്ച നാളുകളിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഒരാൾക്കൊരു വേദനയായി തീരുന്നതെന്ന് പറയാനായിട്ട് ഒരു വിശുദ്ധ സഭായോഗത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നടക്കുന്ന ആരാധനയിൽ ഇതാ ഒരു കുടുംബം വളരെ പ്രാഗൽഭ്യമുള്ള കുടുംബമാണ്. അവർ ആരാധന അറ്റൻഡ് ചെയ്യുമ്പോൾ പിതാവിന് ഇച്ചിരി പ്രായമുണ്ട്. അദ്ദേഹം സാധാരണ ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത്. നോക്കിയ ഫോണാണ് ഉപയോഗിക്കുന്നത്. ആ ഫോൺ അത്രയും പ്രായമുള്ള പിതാക്കന്മാർക്കൊക്കെ ഇന്ന് സാധാരണപ്പെട്ടവർ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പള്ളിയിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ ആരോ വിളിച്ചു. റിംഗ് ടൂൺ വലുതായതുകൊണ്ട് ഹല്ലേലൂയ ഒന്നാമത്തെ പ്രാവശ്യം ഓഫ് ചെയ്യാൻ ഹല്ലേലൂയ പെട്ടെന്ന് കഴിഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ആ പുരോഹിതൻ അല്ലെങ്കിൽ ആ ദൈവദാസൻ വേഗത്തിൽ കരം ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ സൈലൻ്റ് ആക്കണമെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു. അതിനകത്തിരുന്ന് ആ പള്ളിയിലിരുന്ന മുഴുവൻ ജനവും ഇദ്ദേഹത്തെ നോക്കി ഹല്ലേലൂയ ഒരു കളിയാക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ്. ഫോൺ അത്രത്തോളം നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആരാധന കഴിഞ്ഞു, പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് പലരും അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും കൂടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണം ഞങ്ങൾ നാണം കെട്ടു, ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വിഷയത്തിനകത്ത്
വല്ലാതെ ഇദ്ദേഹത്തെ അങ്ങ് നിന്ദിച്ചു, കുറ്റപ്പെടുത്തി. ആ പിതാവിന് അത് വലിയ മുറിവായി തീർന്നു. വീട്ടിലേക്ക് തന്നെ പോകാൻ തനിക്ക് മാനസികമായൊരു വിഷമം തോന്നി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. അതുവരെയും ഇത്രയും നാൾ നോക്കി വളർത്തിയ തൻ്റെ 2 മക്കളും വന്ന് ഞങ്ങൾ ഇനി എന്തോ ചെയ്യും, ഞങ്ങൾ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും, നിങ്ങൾ കാരണം കളിയാക്കപ്പെട്ടല്ലോ, ഞങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ, ഞങ്ങളെ സ്നേഹിക്കുന്നതിന് മുമ്പിലെല്ലാം ഞങ്ങൾ തരം താഴ്ന്നല്ലോ. ഭാര്യ വരെയും വല്ലാതെ അങ്ങ് തരം താഴ്ത്തിയപ്പോൾ ആ മനുഷ്യൻ വല്ലാത്ത സങ്കടത്തിലായി. വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ തൻ്റെ ഒരു സ്നേഹിതൻ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താ ഈ സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്തി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഒറ്റപ്പെടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടൊരു മദ്യഷാപ്പിലേക്ക് പോയി. മദ്യഷാപ്പിൽ ചെന്ന് താൻ അതുവരെയും വലുതായിട്ട് മദ്യപിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ആ കൂട്ടുകാരൻ്റെ നിർബന്ധത്താൽ അദ്ദേഹത്തിന് ഒരു കുപ്പി അവിടുത്തെ ആ മദ്യം വിളമ്പുന്നയാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു. താൻ ആ മദ്യം ഒഴിക്കുന്ന സമയത്ത് തൻ്റെ കൈ വിറച്ചുകൊണ്ടായിരിക്കാം ആ മദ്യക്കുപ്പിയും തൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു, ഉടഞ്ഞുപോയി. വലിയ ശബ്ദത്തോടെ ഉടഞ്ഞത്. പെട്ടെന്ന് ആ മദ്യഷാപ്പിൽ അല്ലെങ്കിൽ ആ ബാറിനകത്തിരുന്ന് എല്ലാവരും തന്നെ ഉറ്റുനോക്കി. താൻ പേടിച്ചിരിക്കുകയാണ്. ആലയത്തിൽ നടന്നതുപോലെ ഇപ്പോൾ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് കരുതി. എന്നാൽ പല മദ്യപാനികളും എഴുന്നേറ്റ് വന്ന് തൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാനുള്ളതാണ്. തനിക്കൊരു ഭയങ്കര ആശ്വാസം തോന്നുന്നതുപോലെ തോന്നി. അപ്പോഴാണ് ആ മദ്യം വിളമ്പിയ ആ സഹോദരി കാണാൻ സുന്ദരിയായ ആ സ്ത്രീ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഭാരപ്പെടരുത്, ഭയപ്പെടേണ്ട, ഇതിവിടെ സർവ്വസാധാരണമാണ്. വല്ലാതെ തോളിൽ തട്ടി ബലപ്പെടുത്തി. താൻ ആശ്ചര്യപ്പെട്ടു പോയി. ഇപ്പോൾ തന്നെ എല്ലാവരും വഴക്ക് പറയുമെന്ന് കരുതിയെടുത്ത് അവർ തന്നെ ബലപ്പെടുത്തിയതായിട്ട് ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ആ സ്ത്രീ വീണ്ടും ഒരു പുതിയ മദ്യക്കുപ്പി കൊണ്ടുവന്ന് തൻ്റെ മുമ്പിൽ ടേബിൾ തുടച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് താങ്കൾക്കുള്ള ഫ്രീ ആണ്. ഇവിടെ വന്ന ആരും വിഷമിച്ച് തിരിച്ചു പോകാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ കിട്ടാവുന്ന ഭയങ്കര സന്തോഷം അന്നു മുതൽ താനൊരു തികഞ്ഞ മദ്യപാനിയായി തീരുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയത്തും താൻ ആരാധന നിർത്തി. താൻ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ പകുതി കുറച്ചു. ഭൂരിഭാഗ സമയത്തും മദ്യഷോപ്പിൽ അല്ലെങ്കിൽ ബാറിൽ തൻ്റെ ജീവിതം ചെലവഴിക്കാൻ തുടങ്ങി. കാരണം തനിക്ക് ആലയത്തിൽ നിന്ന് കിട്ടിയ മുറിവ്, തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ മുറിവ് ഭയങ്കരമായിരുന്നു. എന്നാൽ അവിടെ ഒന്നും കിട്ടാത്ത സന്തോഷം കിട്ടി താൻ തൻ്റെ ജീവിതത്തെ തകർത്ത് മുൻപോട്ട് പോകുമ്പോൾ താനൊരു സുവിശേഷ പ്രസംഗം റോഡിൽ നിന്ന് കേൾക്കാനിടയായി തീർന്നു. തെള്ളിപ്പറഞ്ഞ പത്രോസ് ഇതാ എല്ലാം നഷ്ടമാക്കി താൻ വീണ്ടും വലയും വളവും എടുത്ത് പഴയ പണിക്ക് പോകുമ്പോൾ നേരം വെളുപ്പിലെ തിബരിയാസിൽ ഒന്നും കിട്ടാതെ ശൂന്യതയിൽ നിൽക്കുന്ന പത്രോസിൻ്റെയും കൂട്ടു സഹോദരന്മാരുടെ അടുക്കലേക്കും ആ തിബരിയാസിൻ്റെ നേരം വെളുപ്പിന് യേശു കർത്താവ് വന്ന് ചോദിക്കുകയാണ്, കുഞ്ഞെ വല്ലതും കൂട്ടുവാനുണ്ടോ? പത്രോസിനും കൂടെ നിൽക്കുന്ന യോഹന്നാനും അത് മനസ്സിലാക്കി. തങ്ങളെ സ്നേഹിച്ച തങ്ങളുടെ ഗുരുവായ യേശുവാണ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വലത് സൈഡിലേക്ക് നിങ്ങൾ വല ആഴമായി നീട്ടിയിറക്കുക. അവരെ പടക് നിറയ്ക്കുന്ന രീതിയിൽ വലിയ പെരുത്ത മീൻകൂട്ടം അവരെ പടകിൽ ലഭിച്ചു. ആ മീനുമായി ഇതാ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് പത്രോസ് ഓടി കരയിലേക്ക് വരികയാണ്. കരയിലേക്ക് വരുമ്പോൾ താൻ പിടിക്കാത്ത, താൻ കരുതാത്ത ഇതാ തീയിൽ കനലിൽ ചുട്ട മീനും അപ്പവുമായി ആ കരുതലുമായി യേശു നിൽക്കുകയാണ്. അവർ പ്രാതൽ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസിൻ്റെ അടുക്കലേക്ക് വന്ന് ആ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, പത്രോസെ, ഇവയേക്കാൾ അധികമായി, ഈ നിൽക്കുന്നവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനോടുള്ള 3ാമത്തെ പ്രാവശ്യത്തെ ചോദ്യത്തിൽ പത്രോസ് ഉള്ളം പൊട്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, സകലതും അറിയുന്നത് നീയാണല്ലോ, നിനക്ക് സകലതും അറിയാം. ഈ മനുഷ്യൻ ആ റോഡിൻ്റെ വക്കത്ത് നിന്ന് ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുകയാണ്. ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ മദ്യഷോപ്പിൽ തൻ്റെ ജീവിതം തീരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നെടുത്ത് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും യേശുവിൻ്റെ സ്നേഹം ആ മനുഷ്യനെ തൊടുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം പരിധി പറയുമ്പോൾ, ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ, ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളെല്ലാം ഒരു സുനാമിയിൽ അവസാനിക്കുമ്പോൾ എൻ്റെ കർത്താവ് മാറാത്തവനായിട്ട്
നിത്യത വരെയും നിന്നെ ജയോത്സവമായി നടത്തുവാൻ ശക്തനായിട്ട് മുമ്പോട്ട് നടത്താൻ ശക്തിയുള്ള ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടൊന്ന് ചേർന്നുകൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിൽ എൻ്റേതെന്ന് പറയുവാനായിട്ട് ആ മനുഷ്യൻ ആ റോഡിൻ്റെ വക്കത്ത് നിന്ന് കരമുയർത്തിയിട്ട് പറഞ്ഞു, ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ, ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആലയത്തിൽ ആ മനുഷ്യനെ കുറ്റം വിധിച്ചത് പാസ്റ്ററാണോ, ആ പുരോഹിതനാണോ, ഹല്ലേലൂയ, അതോ അവിടെ നിന്ന് ജനമാണോ, അതോ തൻ്റെ ഏറ്റവും ഹല്ലേലൂയ വില കൊടുത്ത തൻ്റെ കുടുംബമാണോ, ഹല്ലേലൂയ, ആരാണോ തന്നെ കുറ്റം വിധിച്ചത്, ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ലോകത്ത് ആരും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെയല്ല യേശു കർത്താവ് എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നത്. അറിയാം, പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, 2 തിമോത്തിയോസിൽ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ ലോകത്തിൽ മറ്റൊന്നിനെയും നോക്കാതെ യേശു എൻ്റെ സ്വന്തമെന്ന് പറയാൻ, യേശു എൻ്റെ സമ്പത്തെന്ന് പറയുവാൻ, യേശുവിനെ മാത്രം നോക്കി ജീവിക്കുവാനായിട്ട് സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തിരിക്കുന്നതിനാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവിനെ ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എൻ്റേതെന്ന് പറയുവാനായിട്ട് എനിക്കൊന്നേ ഉള്ളൂ, എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഈ ലോകത്തിൻ്റെ സുഖമായ മദ്യപാനം ആ മനുഷ്യനെ പിടിച്ചെങ്കിലും അതിനു മുകളിൽ തന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം തന്നെ മടക്കി വരുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവസാന തുള്ളി രക്തവും തന്ന ഹല്ലേലൂയ ആ ചെളിക്കുഴിയിൽ നിന്ന്, ആ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന്, ആ രോഗക്കിടക്കയിൽ നിന്ന് വീണ്ടെടുത്ത സ്നേഹം നിങ്ങളെ വീണ്ടും മാടി വിളിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ എപ്പിസോഡിനകത്ത് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ, എൻ്റേതെന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ യേശു മാത്രമാണുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും അത്ഭുതകരമായ സാക്ഷ്യത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരാട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ 5 വർഷം ഒരു പ്രളയം ഉണ്ടായ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ടൈൽസിൽ ഞാൻ കാല് വഴുക്കി വീണ സമയത്ത് ഒരു കാലും മടങ്ങിയിട്ട് ഒരു കാലും നീട്ടിയിരുന്ന് എൻ്റെ ഇടുപ്പ് കുത്തിയിട്ടാണ് വീണത്. ആ വീണ സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് അന്നേരം മനസ്സിലായി. എണീറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് നടക്കാനേ പറ്റുന്നില്ല, കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട നീങ്ങിപ്പോയെന്ന് മാത്രം. ഇത്രയും വർഷം എനിക്ക് ഒന്നറിയാം, എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ ഒരു പൈസയും ഞാൻ ചിലവാക്കിയിട്ടില്ല, ഒറ്റ പൈസ പോലും എൻ്റെ രോഗത്തിനായിട്ട് ഞാൻ ചിലവാക്കിയിട്ടില്ല. അപ്പോൾ കർത്താവാണ് ഈ സമയം വരെ എന്നെ നടത്തിയത്. കാലിന് ചിരട്ട ശരിയാവുകയും ചെയ്തു. അതിന് തൊട്ടടുത്തൊരു മുഴയുണ്ടായിരുന്നു, അതും മാറി. ഇടുപ്പിനെ ഇന്നലത്തെ ആരാധനയിൽ, തൃശ്ശൂരത്തെ ആരാധനയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചിരട്ട നേരെയാകുകയും മുട്ടിൻ്റെ ചിരട്ട നേരെയാകുകയും എൻ്റെ നടുവിനാണെന്ന് വെച്ചാൽ ഞരമ്പ് ചുരുണ്ടുണ്ടായിന്. ഞരമ്പ് ചുരുണ്ടിട്ട് എനിക്ക് നടക്കാൻ ഒരു വശം നടക്കുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്. ചില സമയത്ത് ഞാൻ തൈലെടുത്ത് പുരട്ടും, എന്നാലും എനിക്ക് ആ വേദനയാണ് തൽക്കാലം സമയത്ത് മാറും. അതിൽ നിന്നല്ല എൻ്റെ കർത്താവ് വലിയൊരു മാറ്റം തന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ യേശുവിനെ അറിയണ സമയത്ത് എൻ്റെ തല മുഴുവനും പഴുപ്പും, മുട്ടിന് കീഴ്പോട്ടിന് പഴുപ്പും, പിന്നെ യൂട്രസിൽ പിന്നെ ക്യാൻസറായിരുന്നു, 2 ചെവിയും കഴുത്തും എല്ലാം പഴുപ്പ് തന്നെയായിരുന്നു. ആ ഇങ്ങനെ വിഷയം വെച്ചിട്ട് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ വീട്ടുപണിക്ക് പോവുകയിനി. അപ്പം അതിൽ നിന്നല്ല എൻ്റെ കർത്താവിനെ ഞാൻ എന്നറിഞ്ഞോ, എൻ്റെ ദൈവത്തിൻ്റെ ഒരു കേൾവി മാത്രം കേട്ടു ഞാൻ സകലതും വിട്ടിറങ്ങി. ആ സമയം തൊട്ട് എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കി. 12 വർഷം മാനസികമായി തകർന്നിട്ട് നെഞ്ച് വിണ്ട് കീറിയമായിട്ടായിരുന്നു. അതിൽ നിന്നല്ല എൻ്റെ കർത്താവിനെ രക്ഷിച്ചത്. ദൈവത്തിന് 1000 നന്ദി. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നിങ്ങളൊരു സൗഖ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, യേശു എൻ്റെ എല്ലാമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും നാൾ മിനിസ്റ്റർ ചെയ്തതും ഇത്രയും നാൾ മുമ്പോട്ട് പോകുന്നതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് എന്നെ ഈ മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെടാൻ പോയി. ആ സ്നേഹം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് വിശ്വസിക്കാം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ,
പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഇവരെ തൊടട്ടെ അപ്പ. കർത്താവെ, ആരും സഹായിക്കാനില്ലാത്തവർക്ക് എൻ്റെ കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ഞാൻ മഞ്ജു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. കർത്താവെ, ആ മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ അപ്പ. ഷേർലിക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ അപ്പ. ലിസിസിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. കർത്താവെ, ലിസിസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവർ വെളിപ്പെട്ട് വരട്ടെ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൽ ഭാരത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരവിവരെ തൊടട്ടെ അപ്പ. കർത്താവിൻ്റെ കരവിവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. വലിയ വിടുതലുകൾ അയക്കണമേ, വലിയ സ്നേഹം ഇവരെ തുടരണമേ അപ്പ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ആ അണിപ്പാടുള്ള കരം കർത്താവെ, അനേകരെ തൊടുന്ന ആ കരം കർത്താവെ ഇപ്പോൾ സൗഖ്യത്തിലേക്ക് വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് അറിയാം, ഫിലിപ്പ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കുകയാണ്. ആരെയും കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അറിയാം, ആ കർത്താവിനെ ജോനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജോനുവിന് വേണ്ടി അത്ഭുത വിടുതൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, ഹല്ലേലൂയ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. വിനോദിന് വേണ്ടി വലിയ വഴികൾ ദൈവം തുറക്കട്ടെ. കർത്താവെ, ഓരോ മക്കൾക്ക് വേണ്ടി തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾ, കടബാധയിൽ നിൽക്കുന്നവർ, വേദനിക്കുന്നവർ, യേശുവിൻ്റെ സ്നേഹത്താൽ ഇന്ന് അത്ഭുതം കാണട്ടെ അപ്പ. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കണമേ അപ്പ. അല്ലെങ്കിൽ കർത്താവെ, ഓരോ മക്കൾക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ. യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തി ഈ മക്കളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഇവരുടെ ബിസിനസ്സിൽ വിടുതൽ സംഭവിക്കട്ടെ, ജോലിയിൽ വിടുതൽ സംഭവിക്കട്ടെ, അടഞ്ഞ വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ചില വിടുതലുകൾ സംഭവിച്ചതായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക്, പ്രത്യേകിച്ച് 9072 എന്ന് കാണുന്നത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ ആ വാട്സപ്പിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ 8111 എന്ന് കാണുന്നത് ഡയറക്റ്റുള്ള പ്രയർ ലൈനാണ്. വിളിച്ചാട്ടെ, വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.